നമസ്കാരം. കാട്ടിലെ ചേട്ടൻ എന്ന കഥ സ്വീകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് നന്ദി. ഇന്നൊരു പുതിയ കഥയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കുട്ടിക്കാലത്ത് കേട്ട കഥയാണ്. പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോൾ അമ്മ തന്ന പുസ്തകം ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ച് രസിച്ച കഥ. എല്ലായിടത്തും നമുക്ക് വേണ്ടത് രസമാണല്ലോ അല്ലെ? കഥകളി ആസ്വാദകർ പറയും കഥകളി നല്ല രസമായി പറയും. സദ്യ എങ്ങനെ ഉണ്ടെങ്കിൽ രസമായി പറയും. രസം കഴിച്ചപ്പോൾ രസമായി പറയും. എല്ലാത്തിലും ഒരു രസമാണ്. ഈ ആനന്ദരസമാകുന്ന ആ സച്ചിദാനന്ദ കട്ടയെയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാ മനുഷ്യരും തേടിക്കൊണ്ടിരിക്കുന്നത്. 500 വർഷം മുമ്പ് കോഴിക്കോടാണ് ഈ കഥ നടക്കുന്നത്. പുളിയാമ്പുള്ളി നമ്പൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മന്ത്രതന്ത്രങ്ങളെല്ലാം വളരെ മിടുക്കനായിരുന്നു. മിടുക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിസാമർഥ്യവും അതിബുദ്ധിശാലിയും ഒരുപാട് ദിവ്യത്വവും അത്ഭുതകർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകളുണ്ട്. അതിലൊരു ചെറിയൊരു കഥയാണ് നമ്മളിന്ന് വളരെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ഭഗവതി പ്രത്യക്ഷമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം മദ്യവും മാംസവും വരെ ഭഗവതിക്ക് നിവേദിക്കും. ശാക്തേയ പൂജ, ഇപ്പൊ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ ശാക്തേയം ഭാരതത്തിൽ അറിയാമല്ലോ, ഒരുപാട് വഴികളുണ്ട്. ശാക്തേയമുണ്ട്, ശൈവിസമുണ്ട്, കൃഷ്ണഭജനത്തിന്റെ വഴിയുണ്ട്. അങ്ങനെ നിരവധി മാർഗങ്ങളാണ് പരമമായ സത്യത്തിലേക്ക്. അപ്പൊ ഇദ്ദേഹം മന്ത്രതന്ത്രങ്ങളിൽ അതിനിപുണനായതുകൊണ്ട് ഇദ്ദേഹം ബാധ ഒഴിപ്പിക്കാനൊക്കെ പോകും. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ മദ്യപാനം, ആദ്യമേ അത് പറയട്ടെ, അദ്ദേഹത്തിന്റെ ഈ മദ്യപാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഈ കള്ളി വെളിച്ചത്താക്കി ഇദ്ദേഹത്തെ സമൂഹത്തിൽ അപമാനിക്കുന്നതിനും വേണ്ടിയിട്ട് അന്നത്തെ സമകാലീനരായ നമ്പൂരിമാർ ഒരുപാട് കാലം പരിശ്രമിച്ചു. പക്ഷെ അവരെയൊക്കെ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ സിദ്ധികൾ കൊണ്ട് പരാജയപ്പെടുത്തിയ ഒരുപാട് കഥകളുണ്ട്. അപ്പൊ അങ്ങനെ അദ്ദേഹം നമ്മുടെ കഥാനായകൻ വിരാജിക്കുന്ന സമയത്ത്, അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ നല്ല എന്താ പറയാ, എല്ലാം കൊണ്ടും നമ്മൾ ഒരു നായകനായി വിരാജിക്കുന്ന കാലത്ത് അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് നിന്ന് കുറച്ച് ദൂരെ ഒരു കുടുംബത്തിലെ ഒരു ബാധ ഒഴിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ ബാധയൊക്കെ ഒഴിപ്പിച്ചു. അപ്പൊ ബാധ ഒഴിപ്പിക്കേണ്ട സമയത്ത് ചില മൂർത്തികൾ വളരെ ശക്തി കൂടിയ മൂർത്തികളുള്ള ബാധയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ശക്തി കൂടിയ ബാധകൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സാക്ഷാൽ ഭഗവതിയെ തന്നെ വിളിച്ചു വരുത്തി ബാധ ഒഴിപ്പിക്കും. അർദ്ധരാത്രിയായി, ബാധ ഉപദ്രവമൊക്കെ, പൂജയൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പതുക്കെ തന്റെ ഇല്ലത്തേക്ക് മടങ്ങാം. ഇതാണ് നമ്മുടെ കഥാസന്ദർഭം. അപ്പോ രാത്രിയില് പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രാത്രിയിൽ ഗ്രാമത്തിന്റെ വഴിത്താരകളിലൂടെ 550-600 വർഷം മുൻപിൽ നമ്പൂരിയും പിൻപിൽ ഭഗവതിയും യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്പൂരിക്ക് ഒരു സംശയം. എന്താണ്? പിറകിൽ ഭഗവതി ഉണ്ടോന്ന് സംശയം. കാരണം ഭഗവതി നടക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ 16 വയസ്സാണ്, യൗവനയുക്തയാണ്, സുന്ദരിയാണ്, കാലിലെ പാദസ്വരത്തിന്റെ ധ്വനി ഇങ്ങനെ കേൾക്കാം. അപ്പൊ നമ്പൂരി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുക, ആ ധ്വനി ഇങ്ങനെ കേട്ട്. ഇത്രയും കാലം ഭജിച്ച് കിട്ടിയ ഏറ്റവും വലിയ പരമമായ സമ്പത്താണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഭഗവതിയെ കാണാനില്ല. ആകെ ഒന്ന് ശങ്കിച്ചു. പിന്നെ വന്ന വഴി, അങ്ങനെ വഴി കളയാൻ പറ്റുന്നൊരു സാധനം അല്ലല്ലോ കൂടെ കൂട്ടിയിരിക്കുന്നത്. എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ ചെയ്ത പുണ്യത്തിന്റെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ പുണ്യഫലോദയമാണ് ഈ കിട്ടിയിരിക്കുന്ന സമ്പത്ത്. ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മാസം പോരാ, മരണമാസിനെയാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. നഷ്ടപ്പെട്ട് പോകുന്ന സങ്കടം കൊണ്ട് നമ്പൂരി പുറകെ വെച്ച് പിടിച്ചു. വന്ന വഴി പുറകോട്ട് നടന്നു എന്നർത്ഥം. പുറകോട്ട് വന്നുകൊണ്ടപ്പോൾ നമ്പൂരി പെട്ടെന്ന് അന്താളിച്ചു പോയി. നോക്കിയപ്പോ വളരെ ചെറിയ ഒരു ചെറ്റക്കുടില്, ഒരു പറയന്റെ ഒരു ചെറിയ മാടത്തിന്റെ മുമ്പില് രാത്രിയായപ്പോ ഇദ്ദേഹം പൂജ ചെയ്യുക. അദ്ദേഹത്തിന് അറിയാവുന്നത് പോലെ ഒരു പാറയുടെ പുറത്ത് ഒരു ചെറിയ ഉരുളങ്കല്ലെടുത്ത് വെച്ച് അതിന് ചുറ്റും ചെണ്ടയും കൊട്ടി നടന്ന് അറിയാവുന്ന ഭാഷയിലൊക്കെ അദ്ദേഹം ഉറക്കെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട്, അത് നമ്മളിത് സ്തോത്രരത്നങ്ങളൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ വേദമന്ത്രങ്ങളൊന്നും ആയിരിക്കില്ല, തന്ത്രവും മന്ത്രവും ഒന്നുമില്ല. പക്ഷെ അവൻ അറിയാവുന്നത് പോലെ അവന് വെക്കാവുന്ന നിവേദ്യം വെച്ച് അവൻ ഭഗവതിയെ ആരാധിക്കുകയാണ്. അമ്മയാണെങ്കിലോ വളരെ സന്തോഷത്തോടുകൂടി അവിടെ ഇരുന്ന് അവന്റെ പൂജയൊക്കെ സ്വീകരിക്കുന്ന രംഗം നിർനിമേഷനായിട്ട് നമ്പൂരി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഡ്രാമ കഴിയുന്നത് വരെ, ഈ നാടകം കഴിയുന്ന വരെ നമ്പൂരി ഇത് മുഴുവൻ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കേണ്ടി വന്നു. അപ്പൊ പെട്ടെന്ന് നമ്പൂരിയുടെ മനസ്സിലെ ചില അശുഭചിന്തകൾ ഉയർന്നു. മനസ്സാണല്ലോ. പൂജയൊക്കെ കഴിഞ്ഞു, ഭഗവതി തിരികെ വന്നപ്പോ നമ്പൂരി അമ്മയോട് ചോദിച്ചു, അല്ല അമ്മ എന്ത് പണിയായി കാണിച്ചേ?
അമ്മ ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആധാരം, കാരണം, ഏകം, അദ്വയം, ജ്ഞാനം, ഇച്ഛ, ക്രിയ എന്ന് വേണ്ട എത്രയെത്ര അനന്തമായ നാമങ്ങളിലൂടെ, മഹിമകളിലൂടെ ഈ ലോകത്ത് വർണ്ണിക്കപ്പെടുന്ന, എത്രയെത്ര വർണ്ണിച്ചാലും അവർണ്ണനീയമായി നിൽക്കുന്ന നിരാകാരവും നിർഗുണവുമായ പരബ്രഹ്മമൂർത്തിയായ അമ്മ ഈ ചെറിയ പറയന്റെ കൂടിൽ പോയിട്ട് അവന്റെ ഈ പൂജ സ്വീകരിക്കുക. അവനാണെങ്കിൽ പൂജ അറിയില്ല, മന്ത്രം അറിയില്ല, തന്ത്രം അറിയില്ല, പച്ച മലയാളം എന്നാണോ നമ്മളെന്താ പറയാ, നല്ല ശരിക്കും സാധാരണ പറയാ നല്ല സംസ്കൃത വാക്കുകളിലാണ് അവൻ, ഏത് സംസ്കരിച്ച ഭാഷയിലല്ല, വേറെ സംസ്കൃത ഭാഷയിലാണ് അവൻ അമ്മയെ മദ്യപിച്ചുകൊണ്ട് സേവിക്കുന്നത്. അമ്മ എങ്ങനെയാണ് ഈ പൂജ സ്വീകരിക്കുന്നത്? അവന്റെ നിവേദ്യമൊക്കെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്കത് കണ്ടിട്ട് എനിക്ക് ആകെ മനപ്രയാസമായി. അമ്മ ദയവ് ചെയ്ത് ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ എന്നൊരു നിവേദനം അമ്മയുടെ മുൻപിലേക്ക് നമ്പൂരി സമർപ്പിച്ചു. നമ്പൂരി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ തന്റെ വിശ്വവിമോഹനമായ, എന്താ പറയാ, ചന്ദ്രൻ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അമ്മയുടെ പുഞ്ചിരി. അമ്മയൊന്ന് പുഞ്ചിരിച്ചത് കേട്ടിട്ട് അമ്മ ചോദിച്ചു, അല്ല നമ്പൂരി, അങ്ങ് ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയത്? അങ്ങയുടെ മനസ്സിന് വേണ്ടത്ര ശുദ്ധി വന്നിട്ടില്ലല്ലോ. അങ്ങയുടെ ഭക്തിയാണെങ്കിൽ ഒട്ടും പാകം വന്നിട്ടില്ല. ഈ പഴങ്ങൾ എങ്ങനെ നല്ല തനിയെ മൂത്ത് പഴുത്ത് വരുന്നത് പോലെ ജീവിതമാകുന്ന ഈ യാത്ര കൊണ്ട്, ചിലപ്പോൾ നിരവധി ജന്മങ്ങൾ കൊണ്ട് മൂത്ത് പഴുത്ത് സ്വയം അനുഭവങ്ങളെ കൊണ്ട് സ്വയം പാകമാകുന്നത് പോലെ അങ്ങക്ക് വേണ്ട രീതിയിൽ ഭക്തി പാകം വന്നിട്ടില്ല. അങ്ങക്ക് അറിയില്ല എന്റെ മനോഭാവം, അറിയില്ല. എന്താ കാരണം? എന്നെ ആര് വിളിച്ചാലും ഭക്തിയോടുകൂടി വിളിച്ചാൽ ഞാൻ അവരുടെ സവിധത്തിലേക്ക് ഓടിയെത്തും. എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല. അഹം ഭക്തപരാധീന എന്നാണ്. ഞാൻ ഭക്തന്മാരുടെ ബന്ധനത്താൽ അടിമപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. എന്നെ ഭക്തിയോടുകൂടി അവർ വിളിച്ചിട്ട് അവരെന്ത് നൽകുന്നു എന്ന് ഞാൻ നോക്കാറില്ല. അവര് ഏത് മനോഭാവത്തോടു കൂടിയാണ് എന്നെ സമർപ്പിക്കുന്നത് ആ പൂജ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഇന്നു മുതൽ അങ്ങേക്ക് ഞാൻ ദൃശ്യമാവുകയില്ല, ഞാനിത് അപ്രത്യക്ഷമാവാൻ പോവുകയാണ്. അങ്ങേക്ക് ഇനി അതിനുള്ള ഭാഗ്യം അങ്ങ് തന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയും. നമ്പൂരിക്ക് ആകെ വിഷമമായി. നമ്പൂരി കാലിലേക്ക് വീണു, നമസ്കരിച്ചു. അമ്മയെങ്കിലും മുന്നിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത് എന്റെ തെറ്റ് പൊറുക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, എന്റെ വാക്ക് എനിക്ക് മാറ്റാൻ പറ്റില്ല, എന്റെ വാക്ക് സത്യമാണ്. ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരേപോലെ ആകുമ്പോഴാണ് സത്യമാവുക, സത്യമായി തീരുക. അതുകൊണ്ട് എനിക്ക് അപ്രത്യക്ഷമായേ പറ്റൂ. ഏതായാലും പശ്ചാത്താപം തോന്നിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്തോളൂ, വേണ്ട പോലെ ഭക്തിയോടുകൂടി അങ്ങയുടെ മന്ത്രമോ തന്ത്രമോ പൂജയോ എന്താന്ന് വെച്ചാൽ അത് അർപ്പിച്ചോളൂ, അങ്ങയുടെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിവർത്തിച്ചു തന്നോളാം എന്ന് അനുഗ്രഹിച്ചിട്ട് ഭഗവതി അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വളരെ കുറച്ചു കാലമാണ് അദ്ദേഹം ശരീരത്തിൽ ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹം ദേഹത്യാഗം ചെയ്ത് അദ്ദേഹം അപ്രത്യക്ഷമായി. ഇതാണ് ഇന്നത്തെ കഥ. ഈ കഥയുടെ സാരം പതിവ് പോലെ ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് വിട്ടുതരുന്നു. ഈ കഥ കേട്ട എല്ലാവർക്കും എല്ലാ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.